ഹായ് ഹലോ. നമ്മൾ നേഴ്സിങ്ങിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസുകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. സാധാരണ +2 കഴിഞ്ഞവർക്ക് 2 കാറ്റഗറിയാണ് നേഴ്സിങ്ങിൽ വരുന്നത്. ജനറൽ നേഴ്സിങ്ങും BSc നേഴ്സിങ്ങും. ഇത് രണ്ട് തന്നെ ആയാലും ലോകവ്യാപകമായി തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് നേഴ്സിംഗ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നേഴ്സിങ്ങിന് വളരെ നല്ല സാധ്യതകളാണ് കണ്ടുവരുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നിലവിലുള്ളതിനേക്കാൾ 10 മടങ്ങ് ജോലി സാധ്യതകളാണ് നേഴ്സിംഗ് മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്നത്. +2 കഴിഞ്ഞതിന് ശേഷം നല്ലൊരു തൊഴിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൊന്നാമത് നേഴ്സിംഗ് തന്നെയാണ്. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ് നേഴ്സിംഗ്. ഇനി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങൾ നേഴ്സിംഗ് പഠിക്കാനായി തിരഞ്ഞെടുക്കുന്ന കോളേജ് ഏതെന്നുള്ളതാണ്. നിങ്ങൾ BSc നേഴ്സിംഗ് പഠിക്കാനായി തിരഞ്ഞെടുക്കുന്ന കോളേജിന് കൃത്യമായും INC ഉണ്ടായിരിക്കണം. INC ഇല്ലാത്ത ഏത് കോളേജിൽ നിങ്ങൾ പഠിച്ചാലും ആ സർട്ടിഫിക്കറ്റിന് വലിയ വിലയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് INC ഇല്ലാത്ത കോളേജിൽ പഠിച്ചതിൻ്റെ പേരിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് BSc നേഴ്സിംഗുകാരെയാണ്. അതുകൊണ്ട് BSc നേഴ്സിംഗ് ആണ് ലക്ഷ്യമെങ്കിൽ INC ഉള്ള കോളേജിൽ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. INCക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. കഴിയുമെങ്കിൽ INC ഇല്ലാത്ത ഒരു കോളേജിലും BSc നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, BSc നേഴ്സിംഗ് പഠിക്കാനായി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്നും അവർ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനായി നൽകുന്ന ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി കൃത്യമായും അറിഞ്ഞിരിക്കണം. നേഴ്സിംഗ് ആയതിനാൽ പ്രാക്ടിക്കലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BSc നേഴ്സിംഗ് പഠിച്ചു പൂർത്തിയാക്കിയതിന് ശേഷം മികച്ച ശമ്പളം ഓഫർ കിട്ടിയിട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ജോലിക്കായി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങളൊരു INC ഇല്ലാത്ത കോളേജിലും അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് മികച്ച ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ലഭിക്കാത്ത കോളേജുകളിലുമാണ് BSc നേഴ്സിംഗ് പഠിച്ചതെങ്കിൽ പല ഇൻ്റർവ്യൂകളിലും പരാജയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും എവിടെയെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാൻ BSc നേഴ്സിംഗ് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ INC ഉള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുക. അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കലിനായി അവർ നിങ്ങൾക്ക് നൽകുന്ന ഹോസ്പിറ്റലുകളും ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ INC അംഗീകാരമുള്ളതും പ്രാക്ടിക്കലിന് നല്ല ഹോസ്പിറ്റൽ സൗകര്യമുള്ളതുമായ ബാംഗ്ലൂരിലെ മികച്ച ഒരു കോളേജാണ് ധന്വന്തരി നേഴ്സിംഗ് കോളേജ്. ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ചിക്കവനവരയിലാണ്. ഈ കോളേജിൽ നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കുന്നത് ഗവൺമെൻറ് വിക്ടോറിയ മെഡിക്കൽ കോളേജിലും KG ജനറൽ ഹോസ്പിറ്റലിലുമാണ്. ബോയ്സിനും ഗേൾസിനും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോൺ ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ലോൺ പേപ്പറുകൾ ലഭിക്കുന്നതായിരിക്കും. ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഏജൻസി ഇല്ലാതെയാണ് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സിൻ്റെ ടോട്ടൽ ഫീസിൽ നിന്നും നല്ലൊരു തുക ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമാണ്. നിങ്ങൾ കോളേജിൽ എത്തുന്നതിന് മുമ്പോ ശേഷമോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കോളേജിലെ സ്റ്റാഫുമായി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. ഈ കോളേജ് INC അംഗീകാരമുള്ളതിനാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പ്രാക്ടിക്കൽ നൽകുന്നതിനാലും ഇവിടെ അതിവേഗം സീറ്റ് ഫില്ലാകും. അതിനാൽ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. BSc നേഴ്സിംഗ് കൂടാതെ ഈ കോളേജിൽ BSc OT ആൻഡ് AT, BSc MLT, BSc MIT, ബാച്ചിലർ ഓഫ് ഫാർമസി, BBA, MBA, BCA തുടങ്ങിയ കോഴ്സുകളുമുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ നേഴ്സിങ്ങിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.